കണ്ണൂർ കൂത്തുപറമ്പിലെ പൂക്കോട് വാർഡിൽ വീറും വാശിയും നിറഞ്ഞ മത്സരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് സഹോദരങ്ങൾ. LDFിന് വേണ്ടി ജ്യേഷ്ഠനും UDFിന് വേണ്ടി അനുജനുമാണ് മത്സരരംഗത്തുള്ളത്. RJD നേതാവും മാധ്യമപ്രവർത്തകനുമായ N ധനഞ്ജയൻ LDFിന് വേണ്ടിയും നാഷണൽ ജനതാദളിലെ N ബാലകൃഷ്ണൻ UDFിന് വേണ്ടിയുമാണ് മത്സരിക്കുന്നത്. സഹോദരങ്ങളായ ഇരുവരും പൂക്കോട് ചന്ദ്രശേഖരൻ തെരുവിൽ അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കുന്നത്. സഹോദരങ്ങളാണെങ്കിലും പക്ഷേ മത്സരത്തിൽ അങ്ങനെയല്ല. വാശിയേറിയ പോരാട്ടമാണ് ഇരുവരും നടത്തുന്നത്. RJD കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ N ധനഞ്ജയൻ LDF സ്ഥാനാർത്ഥിയായി റാന്തൽ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. LDF പ്രവർത്തകരോടൊപ്പം വീടുകൾ കയറി വോട്ടർമാരെ കാണുന്ന തിരക്കിലാണിപ്പോൾ സ്ഥാനാർത്ഥി. LDF സിറ്റിംഗ് വാർഡായ ഇവിടെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് N ധനഞ്ജയൻ പറഞ്ഞു. എനിക്ക് എതിരായി മത്സരിക്കുന്നത് ഞങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് എൻ്റെ സഹോദരനാണ് ബാലകൃഷ്ണൻ. അദ്ദേഹം UDFിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഏത് പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചാലും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ശക്തിദുർഗമാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായി തിരിച്ചു വരും. വലിയൊരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി LDF വിജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. UDF സ്ഥാനാർത്ഥിയായി നാഷണൽ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗമായ N ബാലകൃഷ്ണൻ പട്ടം ചിഹ്നത്തിലാണ് മത്സരത്തിനിറങ്ങുന്നത്. ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും മികച്ച വിജയം നേടുമെന്നും N ബാലകൃഷ്ണൻ പറഞ്ഞു. ഇതുവരെ LDFിൻ്റെ കൈകളിലുള്ളതാണ്. ഈ പ്രാവശ്യം അത് UDFിൻ്റെ കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതൊരു സ്ഥാനാർത്ഥി സഹോദരൻ തന്നെയാണ്. പക്ഷെ അതൊരു സൗഹൃദം എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ രണ്ടുപേരും രണ്ട് പാർട്ടിയുടെ യാദൃശ്ചികമായി സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ രണ്ടുപേരും ഉണ്ടായി എന്നതിൽ കവിഞ്ഞ് വ്യക്തിപരമായോ അല്ലെങ്കിൽ കുടുംബപരമായോ ഇതിൽ വേറെ സ്ഥാനങ്ങളില്ല. ബന്ധുക്കളുടെ വോട്ടുകൾ ആരുടെ പെട്ടിയിൽ വീഴുമെന്നത് കണ്ടറിയാം. സഹോദരന്മാരുടെ മത്സരം കൗതുകത്തോടെയാണ് വോട്ടർമാരും നോക്കിക്കാണുന്നത്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.